ചോക്ലേറ്റ് ലവേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മൗത്ത് മെൽറ്റിംഗ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ബ്രൗണി റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൂടാതെ ബ്രൗണി ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്ത് അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് 1/2 കിലോ ബ്രൗണിൻ്റെ അളവിലാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പം വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ വൈറ്റ് ഷുഗറിന് പകരം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് വിസ്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽട്ടായിട്ട് വരണം പഞ്ചസാര. ഇത് പൊടിച്ചെടുക്കുന്നില്ലെങ്കിൽ ഗ്രാനുൾഡായിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബീറ്റർ വെച്ച് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര മെൽട്ടായിട്ടില്ലെങ്കിൽ ബ്രൗണിയുടെ ടെക്സ്ചർ തന്നെ ആകെ മാറിപ്പോകും. പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് എന്തായാലും ഫോളോ ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ ടൈമിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് എൻ്റെ ഇന്ന് വീഡിയോ കട്ടായി പോയതാണ്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സിന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് വേണ്ടത്. അത് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തോ അതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഈ മെൽട്ടായ ബട്ടറിലേക്ക് ചോക്ലേറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ഈ ടൈമിൽ ചൂടുണ്ടാകും. ആ ചൂടുള്ള ബട്ടറിലേക്ക് 150 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 100 ഗ്രാം മുതൽ 150 ഗ്രാം വരെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാൻ ഇതിൽ പറയുന്നത്. 100 ഗ്രാം എന്തായാലും ചേർത്ത് കൊടുക്കണം. കൂടിപ്പോയാൽ 150 ഗ്രാം. 100 ഗ്രാം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം ആ പൊടിച്ചെടുക്കുന്ന സമയത്ത്. ഇല്ലെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഈ ബട്ടറിൻ്റെ ചൂടിൽ കിടന്ന് തന്നെ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായി വരും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ മിക്സ് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ചോക്ലേറ്റും ബട്ടറും തീരെ ചൂടുണ്ടാകാൻ പാടില്ല. മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ബട്ടറിൻ്റെ കൂടെ ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കി എടുക്കലുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ടർ മെൽട്ടാക്കി എടുത്ത ആ ചൂട് മാത്രമേ വേണ്ടൂ ചോക്ലേറ്റ് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ചോക്ലേറ്റ് തന്നെ ചേർത്ത് കൊടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ്. അതില്ലെങ്കിൽ മാത്രം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ചോക്ലേറ്റാണ്. അപ്പോൾ കോമ്പൗണ്ട് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് 1 കപ്പ് ആക്കിയിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ കട്ടകളെല്ലാം ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ചേർക്കാൻ പറയുന്നത്. ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ബ്രൗണിൻ്റെ നല്ലൊരു ടെക്സ്ചർ തന്നെ കിട്ടും ഈ അളവിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ. എല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി കൊടുക്കാം. ബീറ്ററൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ഇതങ്ങനെ ടൈറ്റായിട്ടുള്ള ബാറ്ററൊന്നുമല്ല, അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് ഇത് ഉണ്ടാവല്. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു 30 സെക്കൻഡ് ഇളക്കുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നല്ല ലൂസായിട്ടുള്ള ഇങ്ങനെ ഒഴുകി വരുന്ന രൂപത്തിലുള്ള ഒരു ബാറ്ററാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ന്യൂട്രല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്രല്ല ഹെസൽനട്ട് ബ്രൗണിയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ന്യൂട്രല്ല ചേർത്ത് കൊടുക്കുന്നത്. ഫഡ്ജി ബ്രൗണിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ബാക്കിയെല്ലാം ഫോളോ ചെയ്തിട്ട് ഈ ന്യൂട്രല്ല ചേർക്കുന്നത് ഒഴിവാക്കാം. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓവൺ ഇല്ലാതെയും ചെയ്യാം, ഓവണിൽ ചെയ്യാം. അതിനായിട്ട് ഓവൻ്റെ തന്നെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉണ്ടാക്കുമ്പോൾ അത് 8 ഇഞ്ചിൻ്റെ പാൻ എടുക്കുക. ഇതേ അളവ് ഈ 1/2 കിലോ
ബ്രൗണിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. 8 ഇഞ്ചിൻ്റെ ട്രേ എടുക്കുക. 8x8 സ്ക്വയർ ട്രേ എടുത്തിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പാച്ചില എടുത്ത് എല്ലാം വടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പാച്ചില എടുക്കുകയാണെങ്കിൽ ഈ ബാറ്ററൊന്നും എല്ലാം മിസ്സാവാണ്ട് കിട്ടും, അല്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോവും. ഇതെല്ലാം കൂടി നന്നായിട്ട് ലെവലാക്കി കൊടുക്കണം. ഇത് കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ടാണ് നല്ലോണം നിരത്തി കൊടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ട്രേ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ലെവലായി കിട്ടും. ഇനി ഇതിലേക്ക് ഹേസൽനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ന്യൂട്രല്ല ഹേസൽനട്ട് ബ്രൗണി ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള ബ്രൗണി ആണെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രലും ഹേസൽനട്ടെല്ലാം നിങ്ങൾക്ക് സ്കിപ്പാക്കിയിട്ട് ക്ലാസിക്കായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ അളവുകളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിക്കായിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് കട്ട് ചെയ്തിട്ടും ക്രഷ് ചെയ്തിട്ടും ഇതിലേക്ക് ഹേസൽനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഇതിന് ടൈം എടുത്തത്. അപ്പോൾ 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലെല്ലാം അങ്ങനെ ചുളിവുകൾ വന്നിട്ട് ബ്രൗണിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് കത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയത്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. സെയിൽ ചെയ്യുകയാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോക്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വീട്ടിലേക്ക് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ട്രേയിൽ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള ബോക്സിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാം. അവർ കസ്റ്റമറുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവർ പറയുന്നത് പോലെ ഇത് കേക്ക് സെയിൽ ചെയ്യുന്ന അതിൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളുണ്ടാവില്ലേ, അപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങനത്തെ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. ഇത് ശരിക്കും 1 കിലോൻ്റെ അളവിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത്രയും ബ്രൗണി ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇത് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബോക്സ് കവർ ചെയ്തിട്ട് ഇങ്ങനെയും സെയിൽ ചെയ്യാം. ഇങ്ങനെയും ഗിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലെ ബോക്സ് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യാം. ഇനി കൊറിയർ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ മെയിൽ ബോക്സും സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് മെയിലർ കവർ എടുക്കുക. എന്നിട്ട് ലേബൽ ഒടിച്ചിട്ട് ഇത് കൊറിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.